ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തമിഴ്നാട്ടിൽ ഇന്ത്യ സഖ്യത്തിൽ സിപിഐ സിപിഐഎം പാർട്ടികൾ 2 വീതം സീറ്റുകളിൽ മത്സരിക്കാൻ ധാരണയായി. മലപ്പുറം ജില്ലാ ബാങ്കിനെ കേരള ബാങ്കിൽ ലയിപ്പിച്ചത് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ശരിവെച്ചു. നമസ്കാരം. ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട 10 വാർത്തകളുമായി ജനേകം ഓൺലൈൻ മോജോ ന്യൂസിലേക്ക് സ്വാഗതം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തമിഴ്നാട്ടിൽ സിപിഐ സിപിഐഎം പാർട്ടികൾ 2 വീതം സീറ്റുകളിൽ മത്സരിക്കും. DMKയുമായി നടന്ന ചർച്ചയിലാണ് ഇക്കാര്യത്തിൽ തീരുമാനമെടുത്തതെന്ന് സിപിഐ സംസ്ഥാന സെക്രട്ടറി ആർ മുത്തരശൻ അറിയിച്ചു. DMK ആസ്ഥാനത്ത് തമിഴ്നാട് മുഖ്യമന്ത്രി AK സ്റ്റാലിനുമായി നടന്ന ചർച്ചയിൽ മത്സരിക്കുന്ന സീറ്റുകൾ സംബന്ധിച്ച് തീരുമാനമായിട്ടില്ല. തിരുപ്പൂർ, നാഗപട്ടണം എന്നിവയാണ് സിപിഐയുടെ സിറ്റിംഗ് സീറ്റുകൾ. ഹയർ സെക്കൻഡറി അധ്യാപകരുടെ പൊതുസ്ഥലം മാറ്റ ഉത്തരവിനെതിരെ പുറപ്പെടുവിച്ച സ്റ്റേ തുടരും. സ്റ്റേ നൽകി കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ പുറപ്പെടുവിച്ച ഉത്തരവിനെതിരെ സർക്കാരും ഏതാനും അധ്യാപകരും നൽകിയ ഹർജിയിലാണ് നടപടി. ട്രിബ്യൂണൽ ഉത്തരവിൽ ഇടപെടാൻ ഹൈക്കോടതി വിസമ്മതിച്ചു. ജസ്റ്റിസുമാരായ മുഹമ്മദ് മുഷ്താഖ്, ശോഭ അന്നമ്മ ഈപ്പൻ എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ചാണ് ഹർജി പരിഗണിച്ചത്. CPIM സംസ്ഥാന കമ്മിറ്റി അംഗം P. ജയരാജനെ വീട്ടിൽ കയറി കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ RSS പ്രവർത്തകനായ 2ാം പ്രതി കുറ്റക്കാരനെന്ന് ഹൈക്കോടതി. കേസിലെ 8 പ്രതികളെ വെറുതെ വിട്ടു. വിചാരണ കോടതി 10 വർഷം കഠിന തടവിന് ശിക്ഷിച്ച പ്രതികളെയാണ് അപ്പീൽ പരിഗണിച്ച ഹൈക്കോടതി വെറുതെ വിട്ടത്. ഹൈക്കോടതിയിൽ നിന്നും നീതി ലഭിച്ചില്ലെന്നും സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകണമെന്നും P. ജയരാജൻ പ്രതികരിച്ചു. +1, +2 VHSE പരീക്ഷകൾ നാളെ ആരംഭിക്കും. 26-ന് അവസാനിക്കുന്ന വിധത്തിൽ 9 ദിവസങ്ങളിലായാണ് പരീക്ഷ ക്രമീകരിച്ചിരിക്കുന്നത്. ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ 8,55,342 പേരും വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ 57,107 പേരും പരീക്ഷ എഴുതും. ഹയർ സെക്കൻഡറി 1ാം വർഷ സയൻസ് വിഭാഗത്തിൽ 1,94,899 പേരും ഹ്യൂമാനിറ്റീസ് വിഭാഗത്തിൽ 95,685 പേരും കൊമേഴ്സ് വിഭാഗത്തിൽ 1,22,024 പേരും പരീക്ഷ എഴുതും. ഹയർ സെക്കൻഡറി പരീക്ഷ നാളെ തുടങ്ങാനിരിക്കെ +1 ചോദ്യക്കടലാസുകളുടെ അച്ചടി പൂർത്തിയായില്ലെന്ന മനോരമ വാർത്ത വസ്തുതാവിരുദ്ധമെന്ന് മന്ത്രി V. ശിവൻകുട്ടി. ചോദ്യക്കടലാസിന്റെ അച്ചടി പൂർത്തിയായിട്ടുണ്ട്. ഇത്തരത്തിൽ വ്യാജ വാർത്ത നൽകുന്നതിന് പിന്നിൽ പൊതുവിദ്യാഭ്യാസ മേഖലയെ തകർക്കുന്നതിനുള്ള ആസൂത്രിത ഗൂഢാലോചനയുണ്ടെന്നും ഇത് ജനം തിരിച്ചറിയുമെന്നും മന്ത്രി ഫേസ്ബുക്കിൽ കുറിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ 15 സിറ്റിംഗ് MPമാരും മത്സരിക്കണമെന്ന് സ്ക്രീനിംഗ് കമ്മിറ്റി. ആലപ്പുഴയിൽ ഹൈക്കമാൻഡ് തീരുമാനമെടുക്കും. മത്സരിക്കാൻ താല്പര്യമില്ലെന്ന് K. സുധാകരൻ സ്ക്രീനിംഗ് കമ്മിറ്റി യോഗത്തെ അറിയിച്ചു. സ്ക്രീനിംഗ് കമ്മിറ്റി യോഗം ഇത് അംഗീകരിച്ചില്ല. വയനാട് രാഹുൽ ഗാന്ധി മത്സരിച്ചില്ലെങ്കിൽ സാമുദായിക പരിഗണന അനുസരിച്ച് സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുമെന്ന് സ്ക്രീനിംഗ് കമ്മിറ്റി തീരുമാനിച്ചു. മലപ്പുറം ജില്ലാ ബാങ്കിനെ കേരള ബാങ്കിൽ ലയിപ്പിച്ചത് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ശരിവെച്ചു. സർക്കാർ നടപടി നിയമപരമാണെന്ന് വ്യക്തമാക്കിയ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ലയനത്തിനെതിരെ UDF നേതാക്കൾ നൽകിയ ഹർജി തള്ളി. ലയനം നിയമപരമല്ലെന്ന റിസർവ് ബാങ്ക് നിലപാടും കോടതി തള്ളി. സഹകരണ നിയമത്തിലെ ഭേദഗതികൾ കോടതി അംഗീകരിച്ചു. ജസ്റ്റിസുമാരായ അമിത് റാവൽ, CS സുധ എന്നിവരുടെ ബെഞ്ചാണ് കേസ് പരിഗണിച്ചത്. സംസ്ഥാനത്ത് വാക്സിനേഷൻ ശക്തിപ്പെടുത്തുന്നതിന് ആരോഗ്യ വകുപ്പ് മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കിയതായി ആരോഗ്യമന്ത്രി വീണ ജോർജ്. ദേശീയ ഇമ്മ്യൂണൈസേഷൻ ഷെഡ്യൂൾ പ്രകാരം വിവിധ രോഗങ്ങൾക്കെതിരെ 12 വാക്സിനുകൾ നൽകുന്നുണ്ട്. പല വാക്സിനുകൾ ഒരുമിച്ച് കൈകാര്യം ചെയ്യുമ്പോഴുള്ള പിഴവുകൾ ഒഴിവാക്കാനും വാക്സിനേഷൻ പ്രക്രിയ സുഗമമാക്കാനും വേണ്ടിയാണ് വാക്സിനേഷൻ മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കിയത്. എല്ലാ ആരോഗ്യ പ്രവർത്തകരും മാർഗനിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കണമെന്നും മന്ത്രി അഭ്യർത്ഥിച്ചു. വയനാട് പൂക്കോട് വെറ്ററിനറി സർവകലാശാലയിലെ വിദ്യാർത്ഥി സിദ്ധാർത്ഥിന്റെ മരണത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസ്ഥാന പോലീസ് മേധാവിക്ക് നിർദ്ദേശം നൽകി. സംഭവത്തിൽ ഉൾപ്പെട്ട പ്രതികൾക്കെതിരെ ശക്തമായ നിയമ നടപടി സ്വീകരിക്കാനും മുഖ്യമന്ത്രി ഉത്തരവിട്ടു. വിദ്യാർത്ഥിയുടെ മരണത്തിൽ ഒരാൾ കൂടി അറസ്റ്റിലായി. കേസിലെ 1ാം പ്രതിയും വെറ്ററിനറി സർവകലാശാല വിദ്യാർത്ഥിയുമായ പാലക്കാട് സ്വദേശി അഖിലിനെയാണ് വ്യാഴാഴ്ച വൈകിട്ടോടെ അറസ്റ്റ് ചെയ്തത്. ഇതോടെ കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം 7ആയി. BVSC 2ാം വർഷ വിദ്യാർത്ഥിയെ തിരുവനന്തപുരം നെടുമങ്ങാട് സ്വദേശി സിദ്ധാർത്ഥിനെ ഫെബ്രുവരി 18-നാണ് ഹോസ്റ്റലിലെ കുളിമുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഹിമാചൽ പ്രദേശിൽ സ്പീക്കർ അയോഗ്യരാക്കിയ 6 കോൺഗ്രസ് MLAമാർ ഹൈക്കോടതിയെ സമീപിച്ചു. അയോഗ്യരാക്കിയതിനെ ചോദ്യം ചെയ്താണ് ഇവർ ഹിമാചൽ ഹൈക്കോടതിയെ സമീപിച്ചത്. കോൺഗ്രസ് MLAമാരായ രജീന്ദർ റാണ, സുധീർ ശർമ്മ, ഇന്ദർ ദത്ത് ലഗൻപാൽ, ദേവീന്ദർ കുമാർ ഫൂട്ടു, രവി ഠാക്കൂർ, ചൈതന്യ ശർമ്മ എന്നിവരെയാണ് സ്പീക്കർ കുൽദീപ് സിംഗ് പദാനി അയോഗ്യരാക്കിയത്. ജനേകം ഓൺലൈൻ മോജോ ന്യൂസിൽ വീണ്ടും കാണാം. കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ജനേകത്തിന്റെ വെബ്സൈറ്റ്, YouTube ചാനൽ എന്നിവ സന്ദർശിക്കുക.